ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് പ്രാർത്ഥനയുടെ മാസമാണ്, ദുആഇന്റെ മാസമാണ്. അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നേടിത്തരുന്ന, ജനങ്ങളുടെ ഇടയിലൊക്കെ വലിയ ബഹുമാനം നമ്മൾക്ക് നേടിത്തരുന്ന, നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നാം കൈ ഉയർത്തി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക്, നമ്മളെ ദുആക്ക് ഉടനടി ഇജാബത്ത് നൽകും. അതിൽ യാതൊരു സംശയമില്ല. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. ഒഴിവുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ 1 മണിക്കത്തെ മജ്ലിസിലും അതുപോലെ തന്നെ രാവിലെ 6 മണിക്കുള്ള മജ്ലിസിലും പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് പ്രാർത്ഥനയുടെ മാസമാണ്, ദുആഇന്റെ മാസമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ദുആ എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന ഇബാദത്താണ്, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ പരിചയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് പ്രാർത്ഥന. വനൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള ആത്മീയമായ പ്രകാശമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ദുഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കും, അസ്തജിബ് ലക്കും, നിങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഇജാബത്ത് നൽകാമെന്ന്. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അതുകൊണ്ട് പ്രാർത്ഥന നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയുടെ 7 മര്യാദകളാണ്. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ വലിയ ഐശ്വര്യങ്ങൾ നേടിത്തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതാണ് അത്ഭുതകരമായ പ്രാർത്ഥന? യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. എനിക്ക് ശ്രദ്ധിക്കണം, യാ വഹാബ് എന്ന് പറയുന്ന ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ മുമ്പ് യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറയും, യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. ഇതിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുക. ഒരു 7 വട്ടം, ഒരു 14 വട്ടമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകും, ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമുണ്ടാകും. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, കുടുംബക്കാർ പോലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഉസ്താദെ. അങ്ങനെ ആർക്കെങ്കിലും വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ, വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളൂ. യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. ഇതങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ഇൻഷാ അല്ലാഹ് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടുകയാണ്, അംഗീകാരം കിട്ടുകയാണ്, വലിയ ബഹുമാനം നമ്മൾക്ക് കിട്ടുമെന്ന് ആരിഫീങ്ങളാണ് പറഞ്ഞത്. ഈ മജ്ലിസ് നടത്തുന്ന ജാബിർ ദാരിമിയുടെ അഭിപ്രായമല്ല, വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ വലിയ ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിലേക്ക് തരും. വലിയ ഐശ്വര്യം ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറും, കടങ്ങളില്ലാതെ സന്തോഷകരമായി ഹാപ്പിയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നമ്മൾക്ക് നൽകുകയാണ്.
തീരുകയാണ്. എത്ര ആളുകളാണ് കടം പറഞ്ഞു കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, കടമുള്ളവരുടെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം, താജ്ജ് നിസ്കാരത്തിന്റെ ശേഷം, ളുഹ് നിസ്കാരത്തിന്റെ ശേഷം, അല്ല ഈ റമളാൻ മാസം മുഴുവനും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. റമളാൻ മാസം കഴിഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന പതിവാക്കുക. ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം. യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. കഴിയുന്ന ആളുകളൊക്കെ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്ത് എഴുതി വെച്ചോളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആയ പവറുള്ള വീര്യം കൂടിയ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ 1 മണിക്കത്തെ മജ്ലിസിലും അതുപോലെ തന്നെ രാവിലെ 6 മണിക്കുള്ള മജ്ലിസിലും എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 7 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം നൽകും. നമ്മളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടൂല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? പ്രാർത്ഥനയുടെ തുടക്കത്തിൽ അല്ലാഹുവിനെ സ്തുതിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. സർവസ്തുതിയും അല്ലാഹുവിനാണെന്നെങ്കിലും പറയാം. അറബിയിൽ അറിയില്ലെങ്കിൽ സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയാം. അറബി അറിയിച്ചെങ്കിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലണം. മുത്തുനബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുക. അറിയുന്ന ഒരു സ്വലാത്ത് ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി ഫാത്തിമിയ സ്വലാത്ത് ചെല്ലാം. അതല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലണം. അഥവാ അങ്ങനെ അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി, ഇങ്ങനെ ഏത് സ്വലാത്തും ചെല്ലാം. ഫാത്തിമിയ സ്വലാത്ത് ചെല്ലാം, സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാം, താജ് സ്വലാത്ത് ചെല്ലാം, സ്വലാത്തുൻ നാരിയ ചെല്ലാം. നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ഹംദിന്റെ ശേഷം ചെല്ലണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയണം. നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഐക്യം നീ നിലനിർത്തണേ അല്ലാ, മുസ്ലിമീങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ, അഭിമാനം നഷ്ടപ്പെടുത്തരുതേ അല്ലാ. ഇങ്ങനെ തുടങ്ങിയ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് മാത്രം പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥന അവസാനിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കൽ അത് സുന്നത്താണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് കിബിലയിലേക്ക് തിരിയൽ സുന്നത്താണെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആവേശത്തോടുകൂടെ എൻ്റെ റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ല തരികയാണെങ്കിൽ തരട്ടെ, ചോദിച്ചു നോക്കാം എന്നുള്ള നിലക്കല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ റബ്ബ് തരും, അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചോളൂ എന്ന്. ആ നിലക്ക് എൻ്റെ റബ്ബ് തരും എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകൂല. കിട്ടാണി കിട്ടട്ടെ, തരികയാണി തരട്ടെ എന്ന നിലക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 കൈയും ഉയർത്തണം. ആർക്കോ വേണ്ടിയിട്ടല്ല ദ്വാർക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാണ്. അപ്പൊ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ല, ചില ആളുകൾക്ക് കൈ ഉയർത്താനൊക്കെ മടിയക്കാരം, കൈയൊന്നും ഉയർത്തൂല, അങ്ങനെ നിലത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുടമ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ദ്വാർക്കും. അങ്ങനെയല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണ്? പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 കൈയും ഉയർത്തിക്കൊണ്ട് ചോദിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ദുആ ചെയ്തതിന്റെ അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചൊല്ലണം. പ്രാർത്ഥന അവസാനിപ്പിച്ചാൽ അവിടുന്ന് എണീറ്റ് മണ്ടല്ല. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്നൊരു 3 വട്ടം പറയാ. എന്നിട്ടൊരു സ്വലാത്ത് ചൊല്ലുക. അപ്പൊ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും. ചില മഹാന്മാരെ പഠിപ്പിച്ചു, അല്ല റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയുടെ മുമ്പ് യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറയണമെന്ന്. അപ്പൊ കഴിയുന്ന ആളുകൾക്ക് ദുആഇന്റെ തുടക്കത്തിലും യാ അർഹമർ റഹീമീൻ എന്ന് പറയാ. അതുപോലെ തന്നെ ദുആഇന്റെ അവസാനം ഒരു 3 വട്ടം യാ അർഹമർ റഹീമീൻ എന്ന് പറയാ, ഒരു 3 സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഉളു എടുക്കുക. അള്ളാഹിന്റെ മുമ്പിലേക്ക് നമ്മൾ പോവുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. നമ്മളൊരു ഓഫീസിലേക്ക് ഒരു കാര്യം നേടാൻ വേണ്ടി പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കും, കുളിച്ച് വൃത്തിയായി അത്രക്ക് അടിച്ചിട്ടാണല്ലേ നമ്മൾ പോകാറുള്ളത്. നല്ല ഉഷാറായിട്ട് തന്നെ പോകാറ്, ഭംഗിയായിട്ട് വൃത്തിയായിട്ടാണ് നമ്മൾ
നമ്മൾ പോകാറുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓഫീസിലേക്ക് പോകുന്നതിനേക്കാൾ വൃത്തിയായി നല്ല നിലക്ക്, അതുപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ടാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചോദിക്കാൻ പോകേണ്ടത്. കഴിയുന്ന ആളുകളൊക്കെ പ്രാർത്ഥനയുടെ മുമ്പ് ഉളു എടുക്കുക. ഇതൊക്കെ പ്രാർത്ഥനയുടെ ദുആഇന്റെ മര്യാദകളായി മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകും, നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരും, നമ്മളെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി തരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന മറക്കണ്ട. അല്ലാഹുമ്മ യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക യാ വഹാബ് അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു ഗൈറുക. അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ 1 മണിക്കത്തെ ഈ മജ്ലിസിലും അതുപോലെ 6 മണിക്ക് നടക്കുന്ന വിശാലമായ ദിക്ർ ദുആ മജ്ലിസിലും പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും 6 മണിക്കുള്ള മജ്ലിസിൽ പങ്കെടുക്കുക. പല ആളുകളും പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ പല മജ്ലിസുകളിലും പല ഉസ്താദുമാരുടെയും മജ്ലിസിൽ രാവിലെ പങ്കെടുക്കുന്നുണ്ട്, അപ്പോൾ 6 മണിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന്. വേണ്ട, 6 മണിക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പങ്കെടുക്കാൻ കഴിയുക ആ സമയത്ത് നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലുക. കാരണം ഒരു ദിവസത്തിൽ ഏത് സമയത്തും ചെല്ലാൻ പറ്റുന്ന ദിക്റുകളും സ്വലാത്തുകളുമാണ് നമ്മളെ ചാനൽ ഉണ്ടാകുക. കഴിയുന്ന ആളുകളൊക്കെ അത് ചെല്ലുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഈ റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് കഴിഞ്ഞു, ഇപ്പൊ മഗ്ഫിറത്തിന്റെ 10 കഴിയാനായിട്ടുണ്ട്. റഹ്മത്തിന്റെ 10 മാത്രമാണോ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലേണ്ടത്? മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോന്ന്? എൻ്റെ പ്രിയമുള്ളവരെ, റമദാൻ 1 മുതൽ 30 വരെയും അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം അള്ളാഹു തുറന്നു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഗ്ഫിറത്തിന്റെ കവാടങ്ങളും അള്ളാഹു തുറന്നു വെക്കുന്നുണ്ട്. അതുകൊണ്ട് റഹ്മത്തിന്റെ 10 കഴിഞ്ഞാലും ഈ മഗ്ഫിറത്തിന്റെ 10ലും ഇനി മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞാലും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് റമദാൻ അവസാനം വരെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.